ഹായ് ഓളിൻ നമുക്കൊരു മുട്ടയും കൊള്ളിയും കഴിക്കാൻ പോയാലോ? ആനക്കലുള്ള സുന്ദരേട്ടൻ്റെ കടയിലാണ് കേട്ടോ ഞങ്ങളിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കഴിക്കാൻ പോകുന്നത്. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമായിരുന്നു, ഫ്രണ്ട്സ് എല്ലാവരും ജിമ്മിന് പോയിട്ട് വരുമായിരുന്നു. അവിടെ സുന്ദരേട്ടൻ എന്ന് പറഞ്ഞൊരു ചെറിയ തട്ടുകടയാണ്, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞങ്ങൾ മുട്ടയും കൊള്ളിയാണ് കഴിച്ചത് എല്ലാവരും. ഡിജിതയും ബാക്കിയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ ജിം കഴിഞ്ഞ് വന്നു, വളരെ വർക്കൗട്ട് ചെയ്ത് വിശന്ന് തളർന്നാണ് അവർ കഴിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പോട് കൂടിയാണ്. ഞാൻ സാധാരണ കൊള്ളിയും ബീഫും ഒക്കെയാണ് കഴിക്കുന്നത്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ വിശപ്പ് കൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല ചൂടോട് കൂടിയുള്ള ഒരു 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 ഐറ്റം ആയിരുന്നു. ഞാൻ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു. നല്ല പച്ചമുളകൊക്കെ ഇട്ട് നല്ല മുട്ടയും കൊള്ളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു ക്രീമി ടെക്സ്ചറോട് കൂടി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണത് കഴിക്കുന്നതെങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല അഫോർഡബിൾ റേറ്റിലാണ്, അതൊരു 70-80 രൂപയാണ് മറ്റങ്ങോട്ട് ഉള്ളൂ. എന്തായാലും ഞാൻ നല്ല വിശപ്പ്, നമുക്ക് പണി കഴിഞ്ഞൊക്കെ വരുന്നത് നമുക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നമ്മൾ എന്തായാലും അത് ഫുള്ളും കഴിക്കും. ഡിജിതയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. നീതുവിന് അല്ലെങ്കിലും ക്യാമറയോട് ഭയങ്കര അലർജിയാണ്, അവൾക്ക് വേണ്ട ക്യാമറ. പക്ഷേ ഇത് സുമിയാണ്, ആൾ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ആൾ നല്ല ജിമ്മ് കഴിഞ്ഞിട്ട് വരികയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും അത് ഫുള്ള് ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ തിരക്കാണ് കേട്ടോ. ഞാൻ നല്ല എൻജോയ് ചെയ്ത് തന്നെ കഴിക്കുകയാണ്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളകാണ് അതിനകത്ത് കൂടുതലുണ്ടായിരുന്നത്. നമുക്ക് പച്ചമുളക് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ആ കൊള്ളിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ കൊള്ളിയും ബീഫും ഒക്കെ വിൽക്കുന്ന കടയുണ്ട്. പക്ഷേ ഈ ചേട്ടൻ്റെ കടയിൽ നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. നമുക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ടൊരു 140 150 രൂപയും കണ്ടേ മറ്റോ ആയോളൂ. നിങ്ങൾക്കും വന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ, ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒത്തുചേരാൻ പറ്റിയ നിമിഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ, ബൈ, സീ യു.